സ്ത്രീകൾ പൂക്കളാണ്, അല്ലാതെ വീട്ടുവേലക്കാരല്ല. ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഇറാൻ സുപ്രീം ലീഡർ ആയിരുന്ന ആയത്തുള്ള ഖമേനിയാണ്. ഇതേ ഖമേനിയാണ് ഇറാനിയൻ സ്ത്രീകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതും സ്ത്രീകൾക്കെതിരെ കടുത്ത നിയമങ്ങളും ശിക്ഷകളും നൽകിയതുമെല്ലാം. എന്തുപറ്റി ഖമേനിക്ക് പെട്ടെന്നൊരു മനം മാറ്റം? കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ ഖമേനി ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് വധശിക്ഷ അടക്കമുള്ള കടുത്ത ശിക്ഷകൾ പ്രഖ്യാപിച്ചത്. അതിന്റെ അടുത്ത ദിവസം തന്നെ ഇറാനിയൻ പോപ്പ് ഗായികയെ ഹിജാബ് ധരിക്കാതെ ഗാനം ആലപിച്ചതിനെ തുടർന്ന് അതും 1.4 മില്യൺ വ്യൂസ് അവരുടെ പാട്ടിന് യൂട്യൂബിൽ ലഭിച്ചിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ലോകമെമ്പാടും ഉണ്ടായിരുന്നു. ഇപ്പോ ഇതിനെല്ലാം തുടർന്ന് ഇറാൻ ഹിജാബിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ ഫ്രീസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അലി ഖമേനിയുടെ ഈ ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. ഖമേനിയുടെ ഇപ്പോഴുള്ള വാക്കുകൾ ഇറാനിയൻ മാറ്റങ്ങൾക്ക് തുടക്കമാണോ? എന്തായാലും വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സ്ത്രീകളെ ലോകം എന്നും അലങ്കാര പദമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് അലി ഖമേനി പറഞ്ഞതുപോലെ പൂവായും പൂക്കുലയായും എല്ലാം വർണ്ണിക്കുന്നത്. ഇത് കവികളും എഴുത്തുകാരും സാഹിത്യന്മാരും അതുപോലെ പല മഹാന്മാരും വർണ്ണിക്കുന്ന ഒന്നാണ് സ്ത്രീകളെ കുറിച്ച്. സ്ത്രീകൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തുന്നു, അവൾ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചടയ്ക്കപ്പെടേണ്ടവളല്ല എന്നൊക്കെയുള്ള അലങ്കാര വാക്കുകൾ. എന്നാൽ ഇതേ മഹാന്മാരും വ്യക്തികളുമാണ് സ്ത്രീയെ ഇൻഡയറക്റ്റ് ആയിട്ട് തളച്ചിട്ടിരിക്കുന്നത്. സ്ത്രീയെ വർണ്ണിക്കുന്നവരെ കുറിച്ച് ശ്രദ്ധിച്ചാൽ തന്നെ മതി, പുരുഷന് മുകളിൽ പോകാൻ ഒരിക്കലും അവർ സമ്മതിക്കില്ല. ഇപ്പോൾ സ്ത്രീ അടുക്കളയിൽ നിന്നും സ്വീകരണ മുറിയിലേക്ക് എത്തി നിൽക്കുന്നു തുടങ്ങിയ അലങ്കാര പദങ്ങൾ വന്നു തുടങ്ങി. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഒന്ന് ഓർക്കണം, സ്ത്രീയെ എന്തിനിങ്ങനെ അലങ്കരിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. പുരുഷന് എത്രത്തോളം തുല്യതയും അതുപോലെ സമൂഹത്തിൽ പുരുഷനെ എങ്ങനെ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകളെയും മാനിക്കണം. സ്ത്രീകൾക്ക് നൽകുന്ന സംവരണങ്ങൾ അതുപോലും സ്ത്രീയെ നിഷേധിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒന്നാണ്. സ്ത്രീക്ക് സംവരണം ഉണ്ടെങ്കിൽ പുരുഷനും അതേ സംവരണം നൽകണം. എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക ഒരു പരിഗണന? സ്ത്രീയും പുരുഷനെ പോലെ സഹജീവി തന്നെയാണല്ലോ. സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണനകൾ തന്നെ മറ്റൊരർത്ഥത്തിൽ സ്ത്രീയെ താഴ്ത്തി കെട്ടുന്നത് ഒന്നാണ്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ തന്നെ സ്ത്രീകളെ ആ ലക്ഷ്മണ രേഖയ്ക്ക് പുറത്തു കടക്കാൻ സമ്മതിക്കുകയുമില്ല. അപ്പോൾ ഖമേനിയുടെ ഈ വാക്കുകളെ താൽക്കാലിക പ്രശ്നങ്ങൾക്ക് അന്ത്യം നൽകുന്നതിന് വേണ്ടി പറയുന്ന പൊള്ളയായ അലങ്കാര പദങ്ങളായി കാണാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഒരു മാറ്റം അവിടെ കൊണ്ടുവരാനുള്ള ഉദ്ദേശം ഇപ്പൊ ഖമേനിക്ക് ഇല്ല. എന്നാൽ ഖമേനി സ്ത്രീയെ അതേ പ്രഭാഷണത്തിൽ തന്നെ തരം താഴ്ത്തുന്നുമുണ്ട്. പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശമാണെന്നും പുരുഷൻ വരവ് ചെലവുകൾക്കായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെ കെയർ ചെയ്യുന്നതിന് അതേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രസവിച്ചു കൂട്ടുന്നു, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്ന ഒരു ഉപകരണമായിട്ടാണ് ഖമേനി അതിൽ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഖമേനി ഓർമ്മിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് വീടിനുള്ളിൽ മാത്രമേ സ്ഥാനമുള്ളൂ, അതിന് പുറത്തേക്ക് അവർക്ക് കടക്കാൻ അവകാശം ഇല്ല എന്നുള്ളതാണ്. ഒരിക്കലും ഇറാനിയൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഖമേനി ഉള്ളിടത്തോളം കാലം സ്വാതന്ത്ര്യം ഹിജാബിനപ്പുറം അതിനുള്ളിൽ മാത്രം നിലനിൽക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് വരാൻ ഖമേനി ഒരിക്കലും സമ്മതിക്കില്ല. ഖമേനിയുടെ പൂക്കൾ വിശേഷണം വീണ്ടും സ്ത്രീയെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇതേ പൂക്കളെ ചവിട്ടി ഞെരിച്ച വാർത്തകൾ നമ്മൾ ഇറാനിൽ നിന്നും കേൾക്കില്ലായിരുന്നല്ലോ. മസാമീനെ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിരിഞ്ഞു വരുന്ന റോസാപ്പൂവിനെ നിഷ്കരണം ഇല്ലാതാക്കിയ ഒരു മതഭ്രാന്തന്മാരുടെ ഭരണമാണ് ഇപ്പോൾ സ്ത്രീയെ പുഷ്പമായിട്ട് വിശേഷണം നൽകുന്നത്. ഖമേനിയുടെ പല പൂക്കളും ഇതേ ഖമേനിയുടെ പോലീസ് ജയിലിൽ അടച്ചിട്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം ചെയ്ത കുറ്റം കള്ളക്കടത്തോ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ കൊലപാതകമോ ഒന്നുമല്ല. അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടിയവരാണ്, അവരുടെ ഫ്രീഡം ആഗ്രഹിച്ചവരാണ്. ഇപ്പോഴുള്ള ഹിജാബ് നിയമങ്ങൾ ഖമേനി എന്തുകൊണ്ട് ഫ്രീസ് ചെയ്തു എന്നതിനുള്ള ഒരേ ഒരു കാരണം മറ്റൊന്നുമല്ല, ലോകരാഷ്ട്രങ്ങളിൽ നിന്നും നല്ലൊരു പ്രഷർ ഉള്ളതിനാലാണ്. ഇതെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചെന്നേ ഉള്ളൂ. കൂടാതെ ഒരു കാലത്ത് വെസ്റ്റേൺ കൾച്ചർ ഇസ്ലാമിക സംസ്കാരത്തെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിച്ച ഇറാനിയൻ സ്ത്രീകളുടെ അതേ പാരമ്പര്യത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെ ആണ് ഇന്ന് ഹിജാബിനെതിരെ പോരാടുന്നത്.
പഴയ ജനത ഇന്നും ഹിജാബിനെയും ഇസ്ലാം നിയമങ്ങളെയും വിശ്വസിക്കുന്നവരാണ്. പുതിയ ജനത അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇറാനിൽ ഒരു കാര്യമായ മാറ്റം ഉണ്ടാകുകയുള്ളൂ. അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലാണെങ്കിലും എല്ലാം മാറ്റം വരണമെങ്കിൽ യുവതലമുറ അധികാരത്തിൽ വരണം. ഇപ്പൊ സൗദിയിൽ സംഭവിച്ചതുപോലെ. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.